എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ, മാനേജ്മെന്റ് പാഠപുസ്തകങ്ങളിൽ മൈക്രോ ഓൺടർപ്രണേഴ്സിന്റെ ഒരു കോപ്പറേറ്റീവ് എന്ന ഒരു മോഡൽ ഇതുവരെ ഞങ്ങളുടെ പാഠപുസ്തകത്തിൽ ഇല്ല. മേ ബി എൻ്റെ ഒരു ആദ്യത്തെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഈ മോഡല് ഞങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാനും ഇതിലൂടെ ഭാവിയിൽ വരുന്ന മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് ഇതൊരു പാഠവസ്തുവായിട്ട് മാറാനും ഉപകരിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഒന്ന് സഹായിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ലോകത്തിലെ ഏറ്റവും അധികം പെർ പേഴ്സൺ ഇന്റർനെറ്റ് യൂസേജ് നോക്കുവാണെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ചൈനയെക്കാട്ടിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് യൂസേജ്, മൊബൈൽ പെൻട്രേഷനും ഉള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി അല്ലെങ്കിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കേബിൾ വിഷൻ കണക്ടിവിറ്റി ആണ് ഇതിന്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇവിടുത്തെ ഗ്രാമങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന ടെക്നോളജിയാണ് ലോകത്തിലെ പലയിടത്തും യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രോഡ്ബാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഇന്റർനെറ്റിലൂടെ TV കാണാനോ അല്ലെങ്കിൽ ബ്രൗസ് ചെയ്യാനോ വേണ്ടി മാത്രമായിരുന്ന ഒരു ബ്രോഡ്ബാൻഡിൽ നിന്നും നമ്മുടെ ഈ സമൂഹം പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിഷൻ ക്രിട്ടിക്കൽ ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാനുള്ള ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം ആ ഒരു നിലയിലോട്ട് എൻ്റെ ആദ്യത്തെ റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കേബിൾ TV അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർ അല്ല, നിങ്ങളൊരു ലോകത്തിൽ തന്നെ നടക്കുന്ന മാറ്റങ്ങളുടെ ഒരു പ്രധാന വക്താവാണ് എന്നുള്ള നിലയിലോട്ടൊന്ന് മാറി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കണ്ടന്റിന്റെ കാര്യത്തിൽ തന്നെ പുതിയ രീതിയിലുള്ള കണ്ടന്റുകൾ ഭാവി നോക്കുവാണെങ്കിൽ നമ്മുടെ കേബിൾ TVകളും കേബിൾ ബ്രോഡ്ബാൻഡുകളും അല്ലെങ്കിൽ ഡിജിറ്റൽ കണ്ടന്റ് പ്രൊവിഷനുകളും എന്റർടൈൻമെന്റ് സെക്ടറിൽ 3Dയിലോട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. എത്രത്തോളം 3Dification നിങ്ങൾ റെഡി ആവുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള റിസർച്ചുകൾ ഇപ്പോഴേ തുടങ്ങുന്നതായിരിക്കും. അത് റെഡി ആകുമ്പോഴത്തേക്കും കേരളം അല്ലെങ്കിൽ കേരള വിഷൻ വിൽ ബി മച്ച് അഹെഡ് കമ്പയർഡ് ടു അതേഴ്സ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ.